ണ്ട്. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞു പോയതും വരാനുള്ളതുമായ വർഷങ്ങളിലെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ഈ ഹദീസിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അവനിക്ക് വരാനിരിക്കുന്ന വർഷത്തിൽ ഒരു തിന്മകളുമില്ലെങ്കിൽ ആ വർഷത്തിലും അവനിക്ക് നന്മയുടെ ഒരു പ്രതിഫലം നൽകുമെന്നാണ്. എന്നാൽ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസിൽ പരാമർശിച്ചിരിക്കുന്ന യുക്കഫിറു സന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം തക്ഫീർ എന്ന പദം രണ്ട് അർത്ഥത്തിൽ പറയാറുണ്ട്. ഒന്ന് ഗുഫ്രാൻ, പാപങ്ങൾ പുറത്തു കൊടുക്കുക, മാപ്പ് നൽകുക. രണ്ട് അൽ ഇസ്മത്ത്, അതായത് പാപങ്ങൾ സംരക്ഷിക്കുക, പാപ സുരക്ഷിതത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ അർത്ഥം. അതായത് കഴിഞ്ഞ വർഷത്തിലെ പാപങ്ങളൊക്കെ അവനക്ക് പുറത്തു കൊടുക്കും, വരാനിരിക്കുന്ന വർഷങ്ങളിൽ പാപങ്ങൾ ചെയ്യാതെ അവനെ അള്ളാഹു സംരക്ഷിക്കും എന്നുള്ള ആശയത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ സയ്യിദുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, അറഫ നോമ്പെടുക്കുന്നവന് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്നാൽ ഒരു വർഷത്തെ കൂടി ആയുസ് അള്ളാഹു അവന് നൽകുമെന്നാണ്. ബഹുമാനപ്പെട്ടവർ, നമുക്കറിയാം സയ്യിദുൽ മുഫസ്സിരീൻ അല്ലെങ്കിൽ മുഫസ്സിരീങ്ങളുടെ നേതാവെന്നൊക്കെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവർ, ഹബ്റു ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്നൊക്കെ പണ്ഡിതന്മാർ അപരനാമം ചെയ്ത മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദുൽ മുഫസ്സിരീനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഒരു വർഷത്തെ കൂടി ആയുസ് അവന് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് നമുക്ക് പാപികളായ പാവപ്പെട്ട ഒരു ഇബാദത്തുമില്ലാത്ത നമ്മളുടെ മഹാന്മാരായ മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത നമ്മളെപ്പെട്ട പാവങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കനികളാണ് ഇത്തരത്തിലുള്ള നോമ്പുകൾ. ഒരു വർഷത്തേക്കുള്ള ആയുസ് കൂടി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും തന്നെ വെറുതെ പറയുകയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ എന്തൊന്ന് പറഞ്ഞോ അത് എന്താകുന്നു, അത് അള്ളാഹു അറിയിച്ചു കൊടുത്ത വഹ്യ് മാത്രമാണെന്ന്. മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരിഷ സുയാമു യൗമി അറഫ കസുയാമി അൽഫി യൗം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആയിഷാ ബീവി നിവേദനം ചെയ്യുന്ന ഹദീസ് തർഗീബ് തർഹീബിൽ നമുക്ക് കാണാൻ പറ്റും. അറഫ ദിനത്തിലെ നോമ്പ് 1000 ദിവസത്തെ നോമ്പിന് തുല്യമാണ്. എത്ര ഭാഗ്യമാണല്ലേ! അള്ളാഹു നമുക്ക് ആ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന മുത്തു മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.